ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ല എന്നതല്ല. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പൊതുജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഹോളി ആഘോഷിച്ചതിന് ശേഷം മതി ഡൽഹി കലാപത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് സ്പീക്കറിന് നേരെ ചുരുട്ടിയെറിഞ്ഞുകൊണ്ട് പ്രതിഷേധമറിയിച്ച പേരിൽ ഗൗരവമുള്ള കോൺഗ്രസിന്റെ ചുറുചുറുക്കുള്ള യുവ MP, അതെ, അസമിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഗൗരവ് ഗഗോയിയാണ് ഇന്നത്തെ താരം. അദ്ദേഹം ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു, എന്നെ നിങ്ങൾ സസ്പെൻഷൻ ചെയ്തുകൊള്ളുക. പക്ഷേ നിങ്ങൾ MP ആയിരിക്കുന്നത് പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് BJPയുടെ MP-മാർ ഇന്ന് പാർലമെന്റിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വിഷയം എന്ന രീതിയിൽ ഡൽഹി കലാപം ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ BJPക്ക് ഒരവകാശവുമില്ല. ഇത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ഇനിയും നിങ്ങൾ എന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ അഭിമാനമായി കാണും. അതെ, ഗൗരവത്തോടെയുള്ള ഈ പ്രതികരണം, ഗൗരവ് ഗഗോയിയുടെ ഈ നീക്കത്തെ പൊതുജനങ്ങൾ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നുള്ളത്. അതെ, ഇതുപോലെയുള്ള ചുറുചുറുക്കുള്ള പ്രവർത്തനങ്ങളിൽ മിടുക്കു കാണിക്കുന്ന, ആർജവം കാണിക്കുന്ന, എന്തും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന യുവാക്കളാണ്, യുവപ്രതിനിധികളാണ് ഇനി കോൺഗ്രസിന് വേണ്ടിയിട്ട് ലോക്സഭയിൽ എത്തേണ്ടത്. എന്തായാലും വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം. എന്നെ സസ്പെൻഡ് ചെയ്തോളൂ, പക്ഷേ ഡൽഹി കലാപം ചർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മുഖത്തു നോക്കി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തനായ MP ഗൗരവ് ഗഗോയ്. ബജറ്റ് സമ്മേളനത്തിനിടെ മോശം പെരുമാറ്റം ആരോപിക്കപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട 7 MP-മാരിൽ ഒരാളാണ് ഗഗോയ്. നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളോട് പ്രതിബദ്ധത കാണിക്കണമെന്ന് ഗഗോയ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ യുവ MP-യുടെ ഈ പരാമർശം. ഡൽഹി കലാപം പാർലമെന്റിൽ ചർച്ച ചെയ്യണം. എണ്ണത്തിൽ കുറവാണെങ്കിലും തൻ്റെ പാർട്ടി കരുത്താർജിക്കുന്നത് ഭാരതാംബയോടുള്ള പ്രതിബദ്ധതയിൽ നിന്നാണ്. പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് നീതി തേടുന്നത് തുടരുമെന്നും MP ട്വീറ്റ് ചെയ്തു. ഡൽഹി അക്രമത്തെക്കുറിച്ച് അടിയന്തര ചർച്ചയ്ക്ക് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഹോളിക്ക് ശേഷമാകാം ചർച്ചയെന്ന് പറഞ്ഞതോടുകൂടിയായിരുന്നു ഈ യുവ MP-യുടെ ശക്തമായ പ്രതികരണം. സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് കടലാസ് കീറിയെറിഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ച് ബെന്നി ബെഹനാൻ, TN പ്രതാപൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരടക്കം 7 MP-മാരെയാണ് ഈ സമ്മേളന കാലയളവിലേക്ക് പുറത്താക്കിയത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.